2008 സ്ഥിരമായിട്ട് ഞാൻ അമേരിക്കയിലേക്ക് പോയതിന് മുൻപ് 91 മുതൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. 2008 സ്ഥിരമായിട്ട് വന്നത്. അപ്പോൾ വാഴക്കുളത്ത് പള്ളിയിലായിരുന്നു ഞാൻ. വാഴക്കുളം സുപരിതമായിട്ട് അവർക്കറിയാം. വാഴക്കുളം ഈസ് നോൺ ആസ് ദി പൈനാപ്പിൾ സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റാണ് വാഴക്കുളം. എവിടെ നോക്കിയാലും പൈനാപ്പിൾ തോട്ടങ്ങളാണ്. നിരനിരയായിട്ടുണ്ടായിരുന്ന നെൽപ്പാടങ്ങളെല്ലാം ഇന്ന് പൈനാപ്പിൾ തോട്ടങ്ങളായി മാറിയിരിക്കുന്നു. റബ്ബറും പൈനാപ്പിളും മാത്രമേ ഉള്ളൂ. കപ്പ നടാൻ പോലും സ്ഥലമില്ലാത്തവണ്ണം. അതുപോലെ തന്നെ വാഴക്കുളത്തുള്ളവരെല്ലാം പുറം സ്ഥലങ്ങളിലേക്കും പോയി ഇങ്ങനെ ഏക്കർ കണക്കിന് എടുത്ത് കൃഷി ചെയ്യുന്ന പതിവുമുണ്ട്. വളരെ ലാഭകരമായിട്ട് പെട്ടെന്ന് വിളവ് എടുക്കാവുന്ന ഒരു വിളയാണല്ലോ പൈനാപ്പിൾ. നമുക്കറിയാം. ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം, വില വളരെ താഴ്ന്നു പോകുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നു. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ ആദായകരമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പൈനാപ്പിൾ കൃഷിയിലേക്ക് തിരിഞ്ഞത്. 3 വിളകൾ പ്രധാനമായിട്ട് കിട്ടും. ഒരെണ്ണത്തിൽ നഷ്ടം വന്നാലും അടുത്തതിൽ അത് നികത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ 2008 അവിടെ ഓശാന ഞായറാഴ്ച ഓശാന പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഓല മുറിക്കുന്ന പതിവ് നമുക്കുണ്ട്. തെങ്ങിൽ കയറിയാണ് കുരുത്തോല വെട്ടുന്നത്. തെങ്ങ് കയറ്റക്കാർ പണ്ടത്തെ പോലെയൊന്നുമില്ല, 1-2 പേരൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ തെങ്ങ് കയറ്റക്കാരെന്ന് പറഞ്ഞാൽ പള്ളിയിൽ തേങ്ങയിടാനായിട്ട് കുറച്ച് പേരുണ്ടാവും. പള്ളി പറമ്പ് നിറയെ തെങ്ങുകളാണ്. അതെല്ലാം ക്ഷയിച്ചു പോയി. തെങ്ങ് കൃഷി ഇപ്പോഴും ആദായകരമല്ല, പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തേങ്ങയിടാൻ വന്നയാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, തെങ്ങിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ വലിയ ഇടവകയാണ്, 2000 വീട്ടുകാരുള്ള വലിയ ഇടവകയാണ് വാഴക്കുളം. കത്തോലിക്കര് മാത്രമുള്ള ശക്തി കേന്ദ്രമായ സ്ഥലം. ഇങ്ങനെ പോയാൽ ഇനി നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഓശാന പെരുന്നാളിന് പൈനാപ്പിളിൻ്റെ ഇല കൊടുക്കേണ്ടി വരും എന്ന് അയാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. കാരണം തെങ്ങ് കുറഞ്ഞു വരുന്നു. പൈനാപ്പിളാണ്, എവിടെ നോക്കിയാലും പൈനാപ്പിൾ. അതിൻ്റെ ശിഖരങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കും, നീളത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ അയാൾ പറഞ്ഞത് അതാണ്. വാസ്തവത്തിൽ അത് ശരിയായിരിക്കാം. ഒരു 50 കൊല്ലോടെ കഴിയുമ്പോൾ കുരുത്തോലയ്ക്ക് പകരം ചിലപ്പോൾ പൈനാപ്പിളിൻ്റെ തണ്ടുകളായിരിക്കും കൊടുക്കുന്നത്. എങ്കിലും പൈനാപ്പിളിൻ്റെ തണ്ട് കൊടുത്താലും ഏതില കൊടുത്താലും ഓശാനയുടെ സന്ദേശം ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ഓരോ രാജ്യത്ത് ഓരോ വിധത്തിലാണ്. ഇത് പ്രത്യേകമായിട്ടുള്ളൊരു മരത്തിൻ്റെ നമ്മുടെ കുരുത്തോൽ തന്നെ തോന്നിക്കുന്നതാണെങ്കിലും തെങ്ങിൻ്റെ എല്ലാം തെങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. ന്യൂയോർക്കിലൊക്കെ വരുന്നത് വേറെ ഒരു പല ശിഖരങ്ങളുള്ള ഒരു കമ്പാണ്. പല വിധത്തിലാണ്. അപ്പോൾ അതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം. പക്ഷേ ഓശാനയുടെ സന്ദേശം ഏത് ഇല കൊടുത്താലും ഏത് ശിഖരം കൊടുത്താലും ഏത് കുരുത്തോല കൊടുത്താലും അതിന് യാതൊരു മാറ്റവുമില്ല. ഓശാനയുടെ സന്ദേശം ഓശാന എന്ന വാക്കിൽ തന്നെയുണ്ട്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം സേവസ്, ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രാജാവിനെ വിളിച്ച് ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആശംസയാണ് ഹൊശാന, സേവസ്. പണ്ട് രാജഭരണം ഉള്ളപ്പോൾ നമുക്കറിയാം, നമ്മുടെ കാരണവന്മാരൊക്കെ വിളിച്ചിട്ടുള്ള അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാജാവ് നീണാൾ വാഴട്ടെ. രാജാവിൻ്റെ ജന്മദിനത്തിലൊക്കെ കുട്ടികളെ നിരനിരയായിട്ട് കൊണ്ടുപോയി ഘോഷയാത്രയായിട്ട് രാജാവ് നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചു ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. രാജാവ് എത്രമാത്രം ഇവർ വിളിച്ചു പറഞ്ഞാലും നീണാൾ വാഴിയില്ലെന്ന് നമുക്കറിയാം. ഒരാശംസയാണ്. ദാറ്റ് ഇസ് എ വിഷ്. ദാറ്റ് മീൻസ് ദ കിങ് മസ്റ്റ് live long because our trust is in the king. The king protects us from the enemies. The king provides for the whole country. The king saves us from poverty. Everything is dependent on the king. He is the ruler. So we put our trust in the king. That is what is meant. രാജാവിന് ആശംസ പാടുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യേശുവിന് നീ ഹോശാന, രാജാവിൻ്റെ രാജാവിന് ഹോശാന, ദാവീദിൻ്റെ പുത്രൻ ഹോശാന എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അത് അംഗീകരിച്ചുകൊണ്ട് നിശബ്ദരായിരിക്കാൻ പറഞ്ഞില്ല. ഹി അക്സെപ്റ്റഡ് ഇറ്റ്. പിലാത്തോസിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോഴും നീ രാജാവാണെന്ന് ഇവർ ആരോപിക്കുന്നു, നീ രാജാവാണെന്ന് ചോദിച്ചപ്പോൾ യു സേ ഇറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ രാജാവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, എങ്കിലും ജനമെല്ലാം പറയുന്നു. ആൻഡ് ജീസസ് അക്സെപ്റ്റഡ് ഇറ്റ്. ജീസസ് ഡിഡ് നോട്ട് ഡിനൈ ഇറ്റ്. നീ രാജാവാണെന്ന് ചോദിച്ചപ്പോൾ യെസ് യു സേ ഇറ്റ്, ജനം അത് പറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ
കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്വം, കർത്താവിൻ്റെ രാജ്യത്വം മറ്റു രാജാക്കളെ പോലെ അടക്കി ഭരിക്കുന്ന, അധികാരം പ്രയോഗിക്കുന്ന രാജ്യത്വമല്ല, സേവനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ രാജ്യത്വമാണ് എന്ന് കർത്താവ് പറഞ്ഞത് അവൻ പിറ്റത്തെ ദിവസങ്ങൾ കഴിഞ്ഞ് കുരിശിൽ പൂർത്തിയാക്കി. അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഓശാന ഞായർ. അപ്പോൾ ഓശാന ഞായറാഴ്ച ഇങ്ങനെ കർത്താവിനെ എതിരേറ്റ് കൊണ്ടുവന്ന ജനം എതിരേറ്റതിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ യഹൂദ പ്രമാണികളും ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ വളരെ കോപാകുലരായി. അവരുടെ അധികാരം വിട്ടുപോകുന്നതായിട്ട് അവർക്ക് തോന്നി. ഈ നസ്രത്തിൽ നിന്ന് വന്ന തച്ചൻ്റെ മകൻ്റെ പിറകെ ജനമെല്ലാം പോകുന്നു. അതായിരുന്നു അവരുടെ പ്രധാന പരാതി. അപ്പോൾ ഇവിടെ അവർക്ക് ഒരു കാരണം പറഞ്ഞു കിട്ടി. ഇതാ സീസറിന്റെ അടുത്ത് കൊണ്ട് എന്ന് പറയാം, ഇവൻ രാജാവാണെന്ന് ഏറ്റുപറയുന്നു. ദാറ്റ് വാസ് ദ ഗ്രേറ്റ് അക്യൂസേഷൻ. അപ്പോൾ സീസറാണ് രാജാവ്, സീസറിന്റെ കീഴിലാണ് ഇവർ യഹൂദ ജനം മുഴുവനും അവരെ അടക്കി ഭരിക്കുകയാണ്. സീസറാണ് രാജാവ്. ഇതാ രാജാവിനെതിരായിട്ട് വേറൊരുത്തൻ സ്വയം രാജാവായിട്ട് അഭിനയിക്കുന്നു. രാജ്യദ്രോഹ കുറ്റം. അതുകൊണ്ട് ഇത് തന്നെ തക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ ഈ സമയത്ത് തന്നെ കുറ്റാരോപിതനായിട്ട് പീലാത്തോസിന് മുമ്പിൽ ഹാജരാക്കുന്നത്. അതാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. അപ്പോഴും കർത്താവ് അംഗീകരിച്ചു, ഞാൻ രാജാവ് തന്നെ, നിഷേധിച്ചില്ല. പീലാത്തോസ് ചോദിക്കുന്നുണ്ട് ജനക്കൂട്ടത്തോട്, ഇത് നിങ്ങളുടെ രാജാവാണോ? കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചു. അത് അംഗീകരിച്ചുകൊണ്ടല്ല എഴുതിയല്ല, യഹൂദന്മാരെ കളിയാക്കിക്കൊണ്ട് എഴുതിയതാണ്. ഇതാ യഹൂദന്മാരുടെ രാജാവ്. യഹൂദരെ കളിയാക്കിക്കൊണ്ട് അവരടക്കി ഭരിക്കുന്ന യഹൂദ വംശര് കളിയാക്കിക്കൊണ്ട് എഴുതിയതാണ്, ഈ നസ്രത്തിൽ നിന്ന് വന്ന ഒന്നുമില്ലാത്ത ഈ തച്ചനാണ് നിങ്ങളുടെ രാജാവ് എന്ന്. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അടുത്തൊന്നും പറഞ്ഞത് രാജാവാണെന്നല്ല എഴുതേണ്ടത്, രാജാവാണെന്ന് ഇവൻ പറഞ്ഞു എന്ന് എഴുതണം. കാരണം അവർക്കത് അപമാനകരമാണ്. ഇവനാണോ രാജാവ്? കുരിശിൽ കിടക്കുന്ന രാജ്യദ്രോഹ കുറ്റ ചുമത്തി പീഡകളെ ഏൽപ്പിക്കപ്പെട്ട് മരിച്ചവൻ ഞങ്ങൾക്ക് അപമാനമാണെന്നാണ് അവരുദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് ലോകമെമ്പാടും ആ ചെറിയ സംഭവത്തിൻ്റെ അനുസ്മരണം കൊണ്ടാടുമ്പോൾ തലമുറകൾ അവനെ രാജാവായിട്ട് എടുത്തു. ഹൃദയത്തിൽ അവൻ വണങ്ങുന്നു. ഇനി വരാനുള്ള തലമുറകളും അവനെല്ലാം രാജാവ് എന്ന് മനസ്സിൽ ഏറ്റുപാടി സ്തുതിക്കും എന്നുള്ള ആ വലിയ ഒരു സംഭവത്തിൻ്റെ തുടക്കമായിരുന്നു ആദ്യത്തെ ഓശാന. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ തിരുക്കർമ്മങ്ങൾ വളരെ അർത്ഥവത്തായിരുന്നു. ദേവാലയത്തിന് മുമ്പിൽ വന്നുകൊണ്ട് മുട്ടിത്തുറന്നാണ് അകത്ത് കയറിയത്. സങ്കീർത്തനത്തിൽ നിന്നാണ് ഒരു വാചകം, മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു, വാതിലുകളെ ശിരസ്സുയർത്തുവിൻ. വളരെ അർത്ഥവത്തായുള്ള ഒരു ആചാരമാണ്. ഇറ്റ്സ് എ മീനിങ്ഫുൾ പാർട്ട് ഓഫ് ദി ലിറ്റർജി. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ. യു റൈസ് അപ്പ്, ദ കിങ് ഈസ് കമ്മിങ്, ദ കിങ് ഈസ് കമ്മിങ് സോളംലി. എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരം പ്രയോഗിക്കാനുള്ള. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ. എന്ത് വാതിലുകളാണ്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഉയർത്തുക. ഹൃദയത്തിൻ്റെ വാതിലുകൾ ഉയർത്തിക്കൊണ്ട് മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുമ്പോൾ അവനെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇന്നലെ രാത്രിയിൽ ഒരു വാർത്ത വളരെ വിശദമായിട്ട് വായിക്കുകയുണ്ടായി. യമനിൽ 4 മദർ തെരേസ സിസ്റ്റേഴ്സിനെ ISIS ടെററിസ്റ്റ് കൊന്ന കാര്യം നമ്മൾ പത്രത്തിൽ വായിച്ചല്ലോ. ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഒരു സിസ്റ്റർ രക്ഷപ്പെട്ടു. 5 സിസ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 സിസ്റ്റേഴ്സിനെ കൊല്ലാനായിട്ടാണ് വന്നത്. അപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന മലയാളിയായ സിസ്റ്റർ സാലി അന്ന് നടന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ് ഇന്നലെ വായിക്കാൻ പറ്റിയത്. അപ്പോൾ രാവിലെ 8 മണിക്കാണ് സംഭവം. കുർബാന കഴിഞ്ഞ് സിസ്റ്റേഴ്സ് പ്രഭാത ഭക്ഷണത്തിനായിട്ട് പോയ ശേഷം രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പോയ വൃദ്ധമന്ദിരം 2 കെട്ടിടങ്ങളിലായിട്ടാണ്, ഒരിടത്ത് സ്ത്രീകൾ, ഒരിടത്ത് പുരുഷന്മാർ. അപ്പോൾ സെയിം ക്യാമ്പസിൽ തന്നെ 2 കെട്ടിടങ്ങളിലായിട്ടാണ്, 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ ചാപ്പലും കോൺവെൻറ്റും പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സൗകര്യം. വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാർ, സ്ത്രീകൾ, പുരുഷന്മാർ, 2 ഭാഗമാണ്. അപ്പോൾ ചാപ്പലിൽ ഇരിക്കുമ്പോൾ, ചാപ്പലിൽ നിന്ന് ഇവർ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് വെടിയൊച്ച കേട്ടത്. ഫാദർ ടോം, രാമപുരംകാരൻ അച്ഛൻ്റെ സഹോദരൻ ഇവിടെ ഡാളസിലുണ്ട് എന്ന് ജോസഫ് പറഞ്ഞറിഞ്ഞു. അപ്പോൾ അച്ഛൻ പള്ളിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ് പോലെ. സിസ്റ്റേഴ്സ് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അതിനുശേഷം ഈ വൃദ്ധരെ എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് വെടിയൊച്ച കേട്ടത്. വെടിയൊച്ച കേട്ടപ്പോഴത്തേനും ആരോ ഒന്ന് പറഞ്ഞു, ടെററിസ്റ്റ് ഹസ് എൻറ്റേർഡ് ദ ബിൽഡിംഗ്. അപ്പോൾ സിസ്റ്റേഴ്സ് ഭക്ഷണം കഴിക്കാതെ ഓടി ഈ 2 വിഭാഗങ്ങളിലേക്കും പോയി എന്നാണ് പറയുന്നത്. വൃദ്ധരായിട്ടുള്ള മനുഷ്യരെ അവരെ സംരക്ഷിക്കാനായിട്ട്
5 സിസ്റ്റേഴ്സും ഓടി. അപ്പോഴാണ് സാലി സിസ്റ്റർ തിരിച്ചു വന്ന്, അച്ഛൻ പള്ളിയിലുണ്ടല്ലോ, അച്ഛനെ അറിയിക്കാനായിട്ട്, രക്ഷപ്പെടാനായിട്ട് അച്ഛനെ അറിയിക്കാൻ വന്നപ്പോഴാണ് അച്ഛനെ ബന്ധിതനാക്കിയിരുന്നു. അപ്പോൾ തന്നെ അച്ഛനെ കൊന്നില്ല, അച്ഛനെ ബന്ധിതനാക്കി. നോക്കിയപ്പോൾ സക്രാരി തുറന്ന് അതിൽ ഓസ്തിയെല്ലാം അച്ഛൻ കഴിച്ചിരുന്നു. ഓസ്തി ഈ ഐസിസ് ടെററിസ്റ്റ് വന്ന് അപമാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്തത് അതാണ്. എല്ലാ ഓസ്തിയും അച്ഛൻ ഉൾക്കൊണ്ടു. വലിയ 2 ഓസ്തി ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് വെള്ളത്തിൽ അലിയിച്ച് കഴിഞ്ഞു എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അച്ഛനെ കൊണ്ടുപോയിരുന്നു. ശൂന്യമായിരുന്നു ചാപ്പല്. സിസ്റ്റർ എന്ത് ചെയ്തു? സിസ്റ്റർ ഉടനെ തന്നെ അടുത്തുള്ള ഫ്രിഡ്ജ് റൂം, റെഫ്രിജറേറ്ററിൻ്റെ വലിയൊരു റൂമിലേക്ക് കയറി കതക് തുറന്ന് ആ കതകിൻ്റെ പിറകിൽ, കതക് തുറക്കുമ്പോൾ ഒരു മൂലയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിറകിലൊരു സ്ഥലം കിട്ടും, അവിടെ ഒളിച്ചിരുന്നു. ഇവർ അതിലെല്ലാം 2-3 പ്രാവശ്യം ആ കെട്ടിടത്തിൽ കയറി. കതക് ഇങ്ങനെ തുറന്നു നോക്കിയില്ല. അവർ തുറന്ന് കിടക്കുന്ന കതക് മറിച്ച് നോക്കിയില്ല, കതകിൻ്റെ പിറകിലിരുന്നു. അങ്ങനെയാണ് സിസ്റ്റർ രക്ഷപ്പെട്ടത്. അവർ 2-3 പ്രാവശ്യം ഈ സിസ്റ്ററിനെ അന്വേഷിച്ച് അതിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സിസ്റ്റർ പറയുകയാണ്, എനിക്ക് അവരോട് കൂടി മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. അപ്പോൾ മറ്റ് സിസ്റ്റേഴ്സ് അവരെ ആശ്വസിപ്പിച്ചു. കർത്താവ് നിന്നെ രക്ഷിച്ചതാണ്, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തോട് പറയാൻ നിന്നെ രക്ഷിച്ചതായിരിക്കാം. 4 സിസ്റ്റേഴ്സിനെയും കൈകൾ ബന്ധിച്ച് വെടിവെച്ച് കൊന്നതിൻ്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് കാണാം. തലയ്ക്ക് വെടിവെച്ച് തകർന്നാണ് 4 പേരും മരിച്ചത്. 3 ആഫ്രിക്കക്കാരും ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു സിസ്റ്ററും, പിന്നെ മലയാളി സിസ്റ്റർ രക്ഷപ്പെട്ടത്. ഫാദർ ടോം ഫ്രം രാമപുരം. അച്ഛൻ ഇപ്പോഴും എവിടെയാണെന്നറിയില്ല, ബന്ധിതരായി കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ആ വെടിവെച്ച കേട്ടപ്പോൾ വേണ്ടി വന്നാൽ അവർക്ക് മറുവാതിലൂടെ രക്ഷപ്പെടാമായിരുന്നു. അച്ഛനും രക്ഷപ്പെടാമായിരുന്നു. വെടിവെച്ച കേട്ടപ്പോൾ അച്ഛൻ ആ സമയം കൊണ്ട് ചെയ്തത് സക്രാരി തുറന്ന് തിരുവോസ്തി രക്ഷിക്കാനായിട്ട് സ്വയം ഉൾക്കൊണ്ടു. അതെല്ലാം സമയമെടുത്തു. അപ്പോൾ അവർക്ക് ഈ ആവേശം എവിടുന്ന് കിട്ടി? തീർച്ചയായിട്ടും അതവിടെയാണ് ഓശാനയുടെ സന്ദേശം. അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ വാഴുന്ന രാജാവ്, അവരെ ഭരിക്കുന്ന ഒരു രാജാവ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അവർക്ക് ആവേശം ലഭിച്ചത്. തങ്ങൾ മരിച്ചാലും ഈ മനുഷ്യരെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് 4-5 സിസ്റ്റേഴ്സും ഓടി ആ ജനക്കൂട്ടത്തിനിടെ ആ ഹൗസിലേക്ക്, വൃദ്ധരായ മനുഷ്യരെ സംരക്ഷിക്കുന്ന ആ ഭവനത്തിലേക്ക് ഓടിപ്പോയത്. അല്ലെങ്കിൽ വെടിവെച്ച കെട്ടപ്പോഴെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് പോകാമായിരുന്നു. അപ്പോൾ അതാണ് ഓശാന ജീവിക്കുന്ന അനുഭവമാകുന്നത്. അങ്ങനെയാണ് ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ വാഴുന്ന, ദൈവമായി വാഴുന്ന ഒരു രാജാവിനെ അവൻ രക്ഷിക്കും. സേവസ്, ഹി വിൽ സേവസ് എന്നുള്ള ആ ബോധ്യം, ആ വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യമാണ് അവർക്ക് ശക്തി കൊടുത്തത്. അതുകൊണ്ട് ഓശാന എന്ന് പറയുന്നത് ഒരു ആചാരമായിട്ട് ഓല കയ്യിലേന്തി തീർക്കാനുള്ളതല്ല, പിന്നെയോ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ട ഒരാശയമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള വിലാപം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നുമെന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. ആ വിളിക്ക് ഒരു പ്രത്യുത്തരം കൊടുക്കാനായിട്ട് രാജ്യങ്ങളിൽ അടക്കി വാഴുന്ന പല രാജാക്കന്മാരും പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. സാമ്പത്തികമായ ഭദ്രത കൊടുത്ത് മനുഷ്യൻ്റെ ഈ വിളിക്ക് ഉത്തരം കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. അധികാരം കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെയോ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ആവേശകരമായ ഒരു ഉത്തരം, അർത്ഥവത്തായിട്ടുള്ള തൃപ്തികരമായ ഒരു ഉത്തരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഓശാന തിരുനാൾ നമ്മൾ ഓർക്കേണ്ടത്. ആകയാൽ ഓശാന പെരുന്നാളിലൂടെ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ ദിവ്യരഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതാ അവൻ രാജാവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴാനായിട്ട് വരുന്നു. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരുമ്പോൾ എൻ്റെ ഹൃദയങ്ങളുടെ വാതിലുകൾ തുറക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു ആലങ്കാരിക ഭാഷയിലല്ല, പിന്നെയോ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിക്കാൻ, ഹൃദയങ്ങളെ തുറക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടിയുള്ള വിശ്വാസത്തിൻ്റെ വലിയ അനുഭവത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നടത്തുന്ന ധ്യാനവും നമ്മൾ നടത്തുന്ന വിശുദ്ധവാചനം നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും ഈ ഒരു ചോദ്യമാണ് നമ്മളിൽ ഉയർത്തുന്നത്. ദൈവത്തെ, യേശുവിനെ നമ്മൾ കണ്ടെത്തിയോ? പിതാവിനെ വെളിപ്പെടുത്താൻ ലോകത്തിലേക്ക് വന്ന യേശുവിനെ നമ്മൾ എപ്രകാരം സ്വീകരിച്ചിരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നു. ഇതാ എൻ്റെ ഹൃദയവാതിലുകൾ എൻ്റെ ജീവിതം തന്നെ തുറന്നിട്ട്
തന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം തുറന്നിരിക്കുന്നു, നീ കടന്നു വരിക എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു സിംഹാസനവും ഒരു കുരിശുമുണ്ടെന്നാണ് പറയുന്നത്. ആരാണ് സിംഹാസനത്തിരിക്കണ്ടേ, ആരാണ് കുരിശിലിരിക്കണ്ടേ എന്നുള്ള ചോയ്സ്, ദ ഗ്രേറ്റ് ചോയ്സ് വി ഹാവ് ടു മേക്ക്. ഞാനാണ് സിംഹാസനത്തിലിരിക്കെങ്കിൽ യേശു വീണ്ടും കുരിശിലാണ്. ഒരു മിഷണറി വളരെ അർത്ഥവത്തായിട്ട് എഴുതിയതാണ്, there is a cross and there is a throne in everyone's heart. If I am on the throne, then Jesus is on the cross. So Jesus will be on the throne when I am on the cross. യേശുവിൻ്റെ പിന്നാലെ, കുരിശെടുത്ത് വരാൻ പറഞ്ഞവൻ്റെ പിന്നാലെ പോകാനായിട്ട്, കുരിശിൽ കയറാനായിട്ട് ഈ സിസ്റ്റേഴ്സ് ചെയ്ത പോലെ, ആ വൈദികൻ ചെയ്തതുപോലെ ആ കുരിശിൽ കയറാൻ തയ്യാറായിട്ട് പോകുമ്പോൾ he will be on the throne. Only when he is on the throne we can be on the cross. So we have to make the choice whether if I am on the throne, Jesus is again on the cross. അതുകൊണ്ട് അവൻ്റെ സിംഹാസനത്തിൽ, ഹൃദയങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ, ഹൃദയങ്ങൾ തുറക്കാനായിട്ട് നമ്മുടെ ഈ വിശുദ്ധ വാരത്തിലെ കർമ്മങ്ങൾ, പ്രാർത്ഥനകളെല്ലാം, ധ്യാനമെല്ലാം നമുക്ക് ശക്തി പകരട്ടെ. ജീവിതത്തിലെ വ്യഗ്രതകളും വേദനകളും എല്ലാം അവനെ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലെ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.